കർണാടകയിൽ ബാങ്ക് കവർച്ചകൾ ആവർത്തിക്കപ്പെടുകയാണ്. ബീദർ, ഉള്ളാൽ, ഇപ്പോൾ ഇതാ വിജയപുര. കാനറ ബാങ്കിന്റെ ശാഖയിൽ നിന്ന് മോഷണം പോയത് 59 കിലോ സ്വർണമാണ്, പിന്നെ ലക്ഷക്കണക്കിന് രൂപയും. കർണാടക പോലീസ് അങ്ങനെ തെക്ക് വടക്ക് ഓടുകയാണ്. ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. കർണാടക പോലീസിന് വേണമെങ്കിൽ കേരള പോലീസിന്റെ സഹായം തേടാം. വീണ്ടും പറയുന്നു, ഉപദേശിക്കല്ല, വേണമെങ്കിൽ മതി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ കവർച്ചകളൊന്നാണ് ടപ്പ് 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 എന്ന് കേരള പോലീസ് പരിഹരിച്ചത്. പറഞ്ഞു വരുന്നത് ചേലമ്പ്ര കവർച്ച കേസിനെ കുറിച്ചാണ്. അത് ഭയങ്കര സിനിമാറ്റിക്കായ ഒരു കവർച്ചയായിരുന്നു. അതിൻ്റെ അന്വേഷണം അതിനേക്കാളും വലിയ സിനിമയായിരുന്നു. അതുകൊണ്ടാണ് അത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു പുസ്തകമായത്, സിനിമയാക്കാൻ ചർച്ചകൾ നടന്നൊക്കെ. സംഭവം 2007 എന്ന് വെച്ചാൽ ഇത്രയ്ക്കൊക്കെ അന്വേഷണത്തിൽ സാങ്കേതിക മികവും അത്രയേറെ സംവിധാനങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് എന്നർത്ഥം. 2007 വെച്ചാൽ വലിയ കാലം മുമ്പല്ല, പക്ഷെ നിങ്ങൾക്കറിയാലോ ആ കാലം സാങ്കേതിക അന്വേഷണ മികവുകളിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്ന കാലമാണ്. സംഗതി ഇങ്ങനെയാണ്, ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഗ്രാമീൺ ബാങ്കിൻ്റെ ശാഖ ചേലമ്പ്ര എന്ന സ്ഥലത്ത് മലപ്പുറം ജില്ലയിലാണ്. അതിൻ്റെ താഴത്തെ നില ഹോട്ടലിലാണ്. അത് കുറച്ചെല്ലാം അടച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു 4 അംഗ സംഘം വരുന്നു. ഹോട്ടൽ ഏറ്റെടുത്ത് നടത്താമെന്ന് പറഞ്ഞു. ഉടമസ്ഥന് 50,000 അഡ്വാൻസ് കൊടുക്കുന്നു. ഹോട്ടലെടുക്കുന്നു, അറ്റകുറ്റപ്പണി നടത്തുന്നു, പുതിയ മേശ വരുന്നു, കസേര വരുന്നു. ജനുവരി 8 നമ്മൾ ഉഷാറാക്കുമെന്ന് നാട്ടുകാരോട് പറഞ്ഞു. നാട്ടുകാർ ആകൊള്ളാല പിള്ളേർ എന്ന മട്ടിലിരിക്കുന്നു. അപ്പോൾ ബാങ്കിൽ വരുന്നവർക്ക് നാട്ടുകാർക്കൊന്നും ശല്യമാവേണ്ട, ഞങ്ങൾ മൂടുക എന്ന് പറയുന്നു. ജനലും വാതിലൊക്കെ അടച്ചിട്ട് പണി, നല്ല പിള്ളേർ കൊള്ളാം എന്ന് പറഞ്ഞ് ചേലമ്പരക്കാരെ നടക്കുന്നു. അങ്ങനെ 2007 ഡിസംബർ കഴിയാൻ പോകുന്നു. 2008 അവർ കടക്കുകയാണ്. ന്യൂ ഇയറിലേക്ക് കിടക്കുകയാണ്. ഉഷാറാക്കാം, ഇപ്പം ഇനി പുതുവർഷമാണല്ലോ എന്ന് വിചാരിച്ച് ഡിസംബർ 31 പതിവ് പോലെ ബാങ്ക് തുറക്കാൻ എത്തുന്നു. അവരെത്തുന്നു, ബാങ്ക് തുറക്കുന്നു, ഉറഞ്ഞിട്ടുന്നു. എന്തിനു ചുറ്റുന്നു? സ്ട്രോങ് റൂമിൻ്റെ വാതിലൊന്നും തകരാറൊന്നും ഉണ്ടായില്ല. പക്ഷെ മൊത്തം പൊടിയാണ്. ലോക്കറിനകത്തൊന്നും കാണുന്നില്ല. മാനേജർ അന്തം വിടുന്നു. പോലീസ് വരുന്നു. പോലീസ് അങ്ങോട്ട് വിളിക്കുന്നു. പി വിജയനെ വിളിക്കുന്നു. പി വിജയൻ തനിക്ക് മുകളിൽ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, ഏതാണ്ട് 80 കിലോ സ്വർണവും 25 ലക്ഷം രൂപയുമാണ് പോയത്. എങ്ങനെ പോയി? സിമ്പിൾ. താഴത്തെ ഹോട്ടൽ നടത്താണ്ടിരിക്കേണ്ട ആൾക്കാർ അറ്റകുറ്റപ്പണിയാണ് നടത്തുന്ന പേരിൽ ലോക്കറിൻ്റെ സ്ട്രോങ് റൂമിൻ്റെ ചുമര് കൊഴിച്ച് ലോക്കറും പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടി സ്വർണം കാശുമായിട്ട് അവർ പോയി. ഇത്രയും കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നവർ എന്തായാലും പൊട്ടന്മാരായിരിക്കില്ലല്ലോ. പോലീസ് തലങ്ങും വിലങ്ങും പരിശോധിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. വിരലടയാളമില്ല, തുമ്പില്ല, ഒന്നുമില്ല. ആ നാട്ടുകാരുടെ മുഴുവൻ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്ന ഒരു ബാങ്കിലെ സ്വർണ്ണമാണെങ്കിൽ പോയതെന്ന് ആലോചിക്കണം. നമുക്കറിയാമല്ലോ, ബാങ്കിൽ പണയം അയച്ചു വെച്ചാലും സ്വകാര്യ ധനസ്ഥാപനത്തിൽ പണയം വയ്ക്കുകയാണെങ്കിലും ആ പണയം വയ്ക്കുന്നത് ഒരു സ്വപ്നത്തിൻ്റെ പുറത്താണ്, അല്ലെങ്കിൽ ഒരു വേദനയുടെ പുറത്താണ്. ഇത് രണ്ടും മനുഷ്യന്മാർക്ക് വളരെ പ്രിയപ്പെട്ട സാധനമാണ്. പിന്നെ ആൾക്കാർ സ്വരുക്കൂട്ടി വെക്കുന്ന കാശാണ്. അതിന് ആ നാടിൻ്റെ വേദനയുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കിയെന്നോണം, അല്ലെങ്കിൽ ഇങ്ങനെ മക്കാറാക്കിയ കള്ളന്മാരെ പിടിച്ചളയുന്ന മട്ടിൽ അന്ന് മലപ്പുറം SP ആയിരുന്ന പി വിജയൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. ഓരോ ടീമായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് മറ്റൊരു സിനിമയാണ്. ഇത് ആദ്യം കണ്ടതൊരു സിനിമയാണെങ്കിൽ രണ്ടാം ഭാഗം കൂത്തി പിടിച്ചിരുന്ന് ആ പ്രദേശത്തെ മൊബൈൽ ടവറുകൾ മുഴുവനുള്ള ഫോൺ കോളുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കും. ഇതിനിടയിൽ നമ്മളെ കള്ളന്മാരുടെ വക വീണ്ടും ഒരു അപ്പിയറൻസ് ഉണ്ട്. എങ്ങനെയാണെന്നറിയോ? അവർ അന്വേഷണത്തെ വഴിയായിട്ട് ഇവരുടെ അടയാളങ്ങളൊന്നും അവശേഷിപ്പിച്ചിരുന്നില്ല, ആർക്കും ഒരു പിടിയും കൊടുത്തില്ല. അത് മാത്രമല്ല, ചുമരിൽ ജയ്മാവോ വെറുതെ ഇരിക്കട്ടെ മാവോയിസ്റ്റുകളെ പടലിക്കുന്നുള്ള മട്ടിൽ ഒരു ജയ്മാവോ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൈദരാബാദിലെ ഹോട്ടൽ വെറുതെ ചെന്ന് കണ്ടുപിടിക്കുന്ന മാറ്റി കുറച്ച് സ്വർണം കണ്ടെത്തിയിരുന്നു. പിന്നെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ കോൾ, അങ്ങനെ ആ വഴിക്ക് ട്വിസ്റ്റ് നടത്താനുള്ള സംവിധാനം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പോലീസ് ഇതിലൊന്നും വീഴാണ്ട് അന്വേഷിച്ചു. ഓരോ കോളും ഏതാണ്ട് 10-20 ലക്ഷം ഫോൺ കോളുകളുടെ വിവരങ്ങളാണ് അവർ പരിശോധിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഒന്നും ഊരിക്കാം. നമുക്ക് 2 ഫോണിൽ വന്ന് കോൾ ലോഗ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭ്രാന്താവും. അപ്പോഴാണ് 2-3 ഇത്രയേറെ മൊബൈൽ ടവറിൽ നിന്ന് ഇത്രയേറെ ഫോണുകൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരുന്നത്. എന്നാലും കാര്യമുണ്ടായി. അങ്ങനെ നോക്കി ഒരു ഫോണിലെത്തി. എങ്ങനെ എത്തി? അതായത് ഈ സംഘത്തിൽപ്പെട്ട ആൾക്കാർ തമ്മിൽ വർത്തമാനം പറയാനുള്ളൊരു ഫോണാണ് എന്ന് പോലീസിന് ഒരു ക്ലൂ, ഒരു തുമ്പ് കിട്ടി. പിന്നെ അതിൻ്റെ പിന്നാലെ പോയി. അത് കോഴിക്കോട്ടെ വീട്ടിലെത്തി. ആ വീട്ടിൽ നമ്മുടെ 4 കള്ളന്മാരും സുഖമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ മോഷണ മുതലിൻ്റെ 80% ഉണ്ടായിരുന്നു. പോലീസ് പിടിച്ചു. ആ ഫെബ്രുവരി 28 അന്ന് ADGP ആയിരുന്ന ജംഗ്പാങ്കി ലോകത്തോട് പറഞ്ഞു, സുഹൃത്തുക്കളെ, ചേലമ്പ്ര കവർച്ച കേസ് ഞങ്ങൾ പരിഹരിച്ചിരിക്കുന്നു. 4 അംഗ സംഘത്തെ പിടികൂടിയിരിക്കുന്നു. മോഷണ മുതലിൻ്റെ 80% വീണ്ടെടുത്തിരിക്കുന്നു. ബാക്കി 20% എവിടെയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കവർച്ച
ഇത്രയും സിസ്റ്റമാറ്റിക്കായി വെൽ പ്ലാൻഡായി നടത്തിയ ആ കവർച്ച നടന്നിട്ട് 2 മാസം തികയാൻ 2 ദിവസം ബാക്കിയുണ്ടായിരുന്നു. അത്ര പെട്ടെന്ന്, അതാ ഞാൻ ആദ്യം പോലെ ടപ്പ് 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 അല്ലെങ്കിൽ പടപടപടാന്ന് പോലീസ് അന്വേഷണം നടത്തി. 2013 തോന്നുന്നു വിചാരണ പൂർത്തിയാക്കി അവർക്ക് ശിക്ഷയും വിധിച്ചു. അപ്പോൾ ഈ സിനിമാ കഥയൊക്കെ നോക്കുമ്പോൾ സിനിമ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ വായിച്ച് കുറ്റാന്വേഷണ കഥകൾ താല്പര്യമുള്ള ആൾക്കാർ ഒരു കഥയുടെ റെഫറൻസ് പറഞ്ഞ് നമ്മുടെ ആർതർ കോനൻ ഡോയൽ ഷെർലക് ഹോംസിന് നായകനാക്കി എഴുതിച്ചൊരു കഥയുണ്ട്, റെഡ് ലേക്സ്, ചുവന്ന മുടിയുള്ളവരുടെ അങ്ങനെ എന്തായിരുന്നു എൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ്റെ തലക്കെട്ടെന്നാണ് ഉറപ്പില്ല. അതുപോലെ കഥയായിരുന്നു. കുറേ ആൾക്കാരെങ്കിലും സംഘടിപ്പിക്കാൻ അതിൻ്റെ അടിയിൽ കൂടി തുറന്നുണ്ടാക്കി ബാങ്ക് കവർച്ച നടത്താൻ ഒരു സംഘം ശ്രമിക്കുന്നതും ഷെർലക് ഹോംസ് ആസ് യൂഷ്വൽ അത് പൊളിക്കുന്നുമായിരുന്ന കഥ. പക്ഷെ ഇതാണ് ഇൻസ്പിറേഷൻ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അതിലെ പ്രധാന പ്രതി പോലീസിനോട് പറയുന്നത് ധൂ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു മൂപ്പയുടെ ഇൻസ്പിറേഷൻ. നമ്മുടെ ജോൺ അബ്രാമും അഭിഷേക് ബച്ചനൊക്കെ അഭിനയിച്ച ആ സ്റ്റൈൽ ആൻഡ് ഫിലിം. പക്ഷെ ആ സിനിമയിൽ ഒരു കള്ളന്മാർ പൊളിയുന്നുണ്ടെന്ന് ആ ചങ്ങായി കണ്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇൻസ്പിറേഷനിൽ നടന്ന മാതിരി തന്നെ അത് പോലീസ് പിടിച്ചു. അവിടെ അഭിഷേക് ബച്ചനും ഉദയ് ചോപ്രയൊക്കെ ചെയ്ത മാതിരിയാണെങ്കിൽ ഇവിടെ പി വിജയൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു വിപുലമായ അന്വേഷണ സംഘമാണ് പിടിച്ചതെന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കർണാടക പോലീസ് ആ ബാങ്കിൽ കവർച്ച എന്നിങ്ങനെ പറഞ്ഞ് തിരിഞ്ഞളിക്കാണ്ട് കേസ് അന്വേഷണം എങ്ങനെ നടത്തണം അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ സബൂറാക്കണം എന്ന് പറയാൻ തൊട്ടപ്പുറത്തേക്ക് വന്നാൽ മതി. വലിയ കേസ് ഉഷാറായി തെളിയിച്ച കേരള പോലീസ് സംഘം ഇവിടെയുണ്ട്. ഞങ്ങൾ പുതിയ സഹായിക്കാവുന്ന മനസ്ഥിതിയൊക്കെ ഉള്ളവരാണ്. യു ആർ മോസ്റ്റ് വെൽക്കം. Subscribe to One India and never miss an update.